ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിലടി. പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഈ വീഡിയോയുടെ താഴെ ഒരു വീഡിയോ ഇങ്ങനെ ഓടുന്നുണ്ട്, അത് കണ്ടു നോക്കും. അപ്പൊ അതിനകത്ത് പള്ളിപ്പെരുന്നാളിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അടിയായത്. അപ്പൊ അടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ജെൻസി ചെറുക്കൻ എടുത്ത് പെപ്പർ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്. അച്ഛനാന്നോ കപ്പ്യാരാന്നോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരുടെ മുഖത്തോട്ടൊക്കെ അവ അടിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഓർത്തഡോക്സ് ആയാലും യാക്കോബ ആയാലും നീയൊക്കെ എന്തോ സുവിശേഷമാടാ പറയുന്നത്? നിനക്ക് വേണ്ടിയൊക്കെ കാൽവറി ക്രൂശി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ പള്ളിക്കകത്ത് കിടന്ന് അടികൂടാൻ? നിന്നെ പോലുള്ളവന്മാരെ ചാട്ടവാറെടുത്ത് അടിച്ചിറക്കിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന യേശു ക്രിസ്തു. ആ ആളുടെ പേരിൽ, ആ വ്യക്തിയുടെ പേരിലുള്ള സഭകളിൽ കിടന്ന് അടി കൂടുവാണ്, തമ്മിലടി. എന്തിനാണ്? കുറെ സ്വത്ത് തർക്കം. എന്റെ കൊച്ചുനാൾ തൊട്ട് കേൾക്കുന്ന കുറെ കാര്യങ്ങളാ. ആ പള്ളി ഞങ്ങളുടേതാണ്, ഈ പള്ളി ഞങ്ങളുടേതാണ്, അത് അവൻ്റെതാണ്, ഇത് എവൻ്റെതാണ്. എന്നിട്ട് തർക്കം തീർക്കാൻ വേണ്ടി കോടതികളൊക്കെ ഇടപെട്ട്, കോടതി പോയത് തന്നെ കഷ്ടം. കാരണം ഈ കോടതിയിലൊന്നും പോയി സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളല്ല സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ. സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ കോടതി വരെ എത്തിച്ചതിൽ ഈ അച്ഛന്മാർക്കും കപ്പ്യാർക്കും റംബാനും തിരുമേനിക്കും ബാവായ്ക്കും, ഇനി അതിന്റെ മേളിലോട്ട് ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളാണ് പറയുന്നത്, മനസ്സിലാക്കണം. സഹോദരങ്ങളാണ്, ഒരു സഭയിൽ നിന്നും രണ്ടായി പോയവരാണ്. എത്ര പറഞ്ഞാലും ഒരു അമ്മയുടെ മക്കൾ, രണ്ട് മക്കൾ, ചേട്ടനും അനിയനും എന്ന് പറയുന്ന കണക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് സംസാരിച്ച് തീർക്കാൻ ഈ പറയുന്ന തിരുമേനിമാർക്കും റംബാനും അച്ഛനും ബാവയ്ക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് പറയാൻ നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വർഷം കൊണ്ട് ഇത് കാണുന്നെന്നേ, കുറെ വർഷം കൊണ്ട് കാണുന്നു. എവിടെയൊക്കെ അടിയാണ്? നിങ്ങളെല്ലാം പ്രസംഗിക്കുന്നത് ഒരേ സുവിശേഷം തന്നെയല്ലേ? 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകങ്ങളല്ലേ? സത്യവേദ പുസ്തകത്തിൽ നിന്നല്ലേ നിങ്ങളെടുത്ത് പ്രസംഗിക്കുന്നേ? നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പള്ളിയുടെ പേരിൽ കിടന്ന് അടികൂടാൻ? നിങ്ങൾ ഇതിനകത്ത് ആ ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു പയ്യൻ വരെ ഈ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവിടെ പെപ്പർ സ്പ്രേയും അടിച്ച് ആളുകളുടെ തലമണ്ടയെ അടിച്ച് പൊട്ടിച്ച് ആശുപത്രിയിലാക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആ പയ്യന്റെ തൊട്ടു മുന്നത്തെ തലമുറയ്ക്കാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് ഒരു 10-60 വയസ്സിന് മേളിലുള്ള മൂപ്പിലാമാരാണ് ഈ കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് അടി കൂടിയിട്ടുള്ളത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഈ പറയുന്ന സ്വത്തുക്കൾക്ക് വേണ്ടി അടി കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ദാണ്ട് ഈ ജെൻസി ചെറുക്കന്മാർ വരെ ഇതിനകത്ത് കിടന്ന് അടി കൂടാൻ തുടങ്ങി. അത് ആരുടെ പോരായ്മയാണ്? അവൻ കണ്ടുപിടിച്ചത് അവന്റെ തൊട്ടു മുന്നത്തെ തലമുറയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനിസമാണ്, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സത്യവേദ പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഒരു അമ്മയുടെ 2 മക്കൾ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നത് പോലെ സംസാരിച്ച് തീർത്തിട്ട് തോളെ കൈയിട്ടുണ്ട് പോവാൻ നോക്ക്. ആർക്കെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്. സ്വത്തിന്റെ പേരിലാണല്ലോ, ഒരുപാട് സ്വത്തുണ്ടല്ലോ, കോടിക്കണക്കിന് സ്വത്തുക്കൾ, സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും സഭകളായിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളായിട്ടും ഒക്കെ കോടിക്കണക്കിന് സ്വത്തുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു തീർത്ത്, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവാൻ നോക്ക്.